വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ചധികം ഡിഷ് ഡ്രൈയിങ് റാക്കിൻ്റെ റിവ്യൂയിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ മിക്ക സാധനവും നല്ല ഏസ്തറ്റിക് ലുക്കും പ്രീമിയം ലുക്കും തരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ പോയി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് കിട്ടുന്നതാണ്. ഇതുപോലെ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ അറിയണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പോപ്പപ്പ് ടൈപ്പിലുള്ള പ്ലാസ്റ്റിക് ഡിഷ് ഡ്രൈയിങ് റാക്കാണ് കേട്ടോ. 390 രൂപയ്ക്കാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്പേസ് കുറഞ്ഞൊരു ഐറ്റമാണ്. ഇതിനകത്ത് അറ്റ് എ ടൈം നമുക്ക് ഒരു പ്ലേറ്റൊക്കെ ആണെങ്കിൽ ഒരു 10 പ്ലേറ്റൊക്കെ മാത്രം നമുക്ക് ഒരു സമയം ഡ്രെയിൻ ചെയ്ത് വെക്കാൻ മാത്രമായിട്ടേ പറ്റത്തുള്ളൂ. ഭയങ്കര ചെറിയ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സാധനമാണ്. ഡിഷ് വാഷർ സേഫാണ്. പിന്നെ മറ്റൊരു ഡിമെറിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഡ്രെയിൻ ആവുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ വേറെ എക്സ്ട്രാ റാക്കൊന്നുമില്ല. എന്നാൽ ഈ ഒരു 390 രൂപയ്ക്ക് എനിക്ക് അത്രത്തോളം അങ്ങ് വാല്യുബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ്. വൈറ്റും ഗ്രേ കളറും കൂടെ വരുന്നതാണ്. ഇതുപോലെ നമുക്ക് കുറച്ചധികം പ്ലേറ്റ് കീപ്പ് ചെയ്യാം എന്നല്ലാതെ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ കോഫി കപ്പോ അങ്ങനെ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കട്ട്ലറീസ് ആയാലും ഒരു മിനിമം സ്പേസിന് മണ്ടയിലോട്ട് പോവുകയാണെങ്കിൽ അതും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്കിതിനെ എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള സൈസാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ അത് സ്ലിം ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മെറ്റാലിക് ഡിഷ് ഡ്രൈയിങ് റാക്കാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കുറച്ചധികം മെറ്റാലിക് റാക്സ് കാണിക്കുന്നുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രീമിയം ക്ലാസിക് ലുക്ക് വരുന്ന ഒരു ഐറ്റമാണ്. MRP കുറച്ച് കൂടുതലാണ്. 1500 റുപ്പീസിനാണ്. 1500 റുപ്പീസിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ ഏറ്റവും എടുത്ത് പറയേണ്ട മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ്. റസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് വുഡൻ ടച്ചിലാണ് കേട്ടോ. ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന വുഡിലാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിങ്ങനെ കട്ട്ലറി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് ഇട്ടും അതും നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അറ്റ് എ ടൈം എന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു 10 പ്ലേറ്റ്സോളം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് റാക്സ് ഉണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം സൈഡിൽ കുറച്ച് സ്പേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് കറി ബൗളൊക്കെ സൂക്ഷിക്കാനായാലും കപ്പൊക്കെ സൂക്ഷിക്കാനായിട്ടും ചെറിയൊരു സ്പേസും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്നും ഡ്രെയിൻ ഔട്ട് ആവുന്ന വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലൊരു റാക്കും കൊടുത്തിട്ടുണ്ട്. അതും നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക് വരുന്ന ഒരു ഐറ്റമാണ്. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ആപ്റ്റായിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ക്ലാസിക് ലുക്ക് വരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. സൈഡിലുള്ളതായി ഈ സ്പേസിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കിച്ചൺ ഒരു പ്രീമിയം ലുക്കൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റമാണ്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. പിന്നെ ഈ ഒരു MRPക്ക് നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു മെറ്റാലിക് റാക്കാണ്. നേരത്തെ നമ്മൾ കണ്ട സിംഗിൾ ടയറിൻ്റെ ആണെങ്കിൽ ഇത് 2 ടയറിൻ്റെ മെറ്റാലിക് റാക്കാണ് കേട്ടോ. ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ MRP വന്നിട്ട് 1900 ആണ് കേട്ടോ. ഇതിന് MRP വരുന്നത് 998 റുപ്പീസ്. നമ്മൾ നേരത്തെ കണ്ട റാക്കിൻ്റെ സെയിം സാധനമാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഡ്രെയിൻ ആവുന്ന വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റാക്കുണ്ട്. പിന്നെ കട്ട്ലറി ഹോൾഡ് ചെയ്യുന്ന റാക്കുണ്ട്. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ വന്നേക്കുന്ന ഈ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. റസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നേരത്തെ നമ്മൾ 1500 റുപ്പീസിന് സിംഗിൾ പീസ് വാങ്ങിച്ചതിൻ്റെ അവിടെ ഒരു 400 റുപ്പീസ് കൂടെ എക്സ്ട്രാ ഇട്ടാലാണ് ആ മുകളിൽ നമുക്ക് എന്താണ് പ്ലേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റാക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നഷ്ടമാണെങ്കിലും സംഭവം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ കണ്ട സാധനത്തെക്കാളും നമുക്ക് ബൗളായാലും അതുപോലെ ബാക്കിയുള്ള നമ്മുടെ യൂട്ടൻസിൽസ് ആയാലും വാഷ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ടയറിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള
സ്പേസ് താഴെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലേറ്റിന് നമുക്ക് മുകളിലേക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഈ പ്ലേറ്റ് വയ്ക്കുന്ന ആ ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ആവശ്യാനുസരണം ഡിറ്റാച്ച് ചെയ്ത് താഴെ അത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് മെറ്റാലിക് റാക്കുകൾ വാങ്ങിച്ചതിൽ 2-3 എണ്ണമൊക്കെ ഫിനിഷിങ് ഇല്ലാതെ നമ്മുടെ കൈയൊക്കെ മുറിയുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ക്ലാസിക് ഐറ്റമാണ് കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്ലാസിക് ലുക്ക് വരുന്ന ഒരു ഐറ്റമാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. 948 റുപ്പീസാണ് ഈ റാക്കിൻ്റെ വില കേട്ടോ. അപ്പോൾ ഇത് ബിൽഡ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ സ്റ്റീലാണ്. സിൽവറും ബ്ലാക്കും വരുന്ന ഒരു കോമ്പിനേഷനാണ്. നല്ല എസ്തെറ്റിക് ലുക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിനെ പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ ഇതിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ആവുന്ന വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിലൊരു ബ്ലാക്ക് ട്രേ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിന് കുറച്ചുകൂടെ ഭംഗി കൊടുക്കുന്നത്. അതുപോലെ തന്നെ കട്ട്ലറീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ട്ലറി ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഐറ്റം അല്ല. നമ്മുടെ സാധാരണ ഡിഷ് ഡ്രൈയിങ് റാക്ക്, പ്ലാസ്റ്റിക് റാക്കിലൊക്കെ കിട്ടുന്ന ഒരു തരം കട്ട്ലറി ഹോൾഡറാണ്. അത്രത്തോളം ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ അതിൻ്റെ ബേസ് ട്രേയിൽ നിന്ന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറ്റ് എ ടൈം 10 പ്ലേറ്റ്സ് വാഷ് ചെയ്ത് സൂക്ഷിക്കാനും, അതുപോലെ സൈഡിൽ കുറച്ചധികം സ്പേസ് എടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നമ്മുടെ യൂട്ടൻസിലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റമാണ്. കാണാൻ വേണ്ടിയിട്ട് നല്ല എസ്തെറ്റിക് ലുക്ക് വരുന്ന ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിനിഷിങ് ഒട്ടും തന്നെ പോരാ. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്ന ഓരോ റോഡും, ഓരോ മെറ്റാലിക് റോഡിൻ്റെ എഡ്ജിൽ ഫിനിഷിംഗ് ഇല്ലാതെ അത് അത്യാവശ്യം എന്താണ് നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടാൽ സ്ക്രാച്ച് ആവുന്ന രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രമായിരിക്കാം, പക്ഷേ കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ അവർ ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് മാറ്റുവാനും, അതുപോലെ തന്നെ അടിയിലുള്ള റാക്കിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെ ഓരോ മെറ്റലിൻ്റെ എഡ്ജ് ഇതുപോലെ നമ്മുടെ കുറച്ച് സേഫ്റ്റി അല്ലാതെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ചിലപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രമായിരിക്കാം, ചിലപ്പം നെക്സ്റ്റ് വരുന്ന പ്രൊഡക്റ്റൊക്കെ ഓക്കെ ആയിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ഡിഷ് ഡ്രൈയിങ് റാക്കാണ്. ഇത് നമ്മൾ യൂഷ്വലി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ക്വാളിറ്റി വൈസ് കൂടുതലുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ കണ്ടിട്ടുള്ള കോമ്പിനേഷൻസിൽ നിന്നും ഞാൻ കുറച്ച് നാളായിട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ സിംഗിൾ ടയറിൻ്റെയും ഡബിൾ ടയറിൻ്റെയും പീസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്കലി കുറച്ച് ഫിറ്റായിട്ടുള്ള ഒരു ഡിഷ് ഡ്രൈയിങ് റാക്ക് നോക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ കഴുകി പ്ലേറ്റ്സും കട്ട്ലറീസും മാത്രം കേട്ടോ, വേറെ ഒന്നും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വെറും 256 രൂപയ്ക്കാണ്. പക്ഷേ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. നല്ല ഗ്ലാസ് ഫിനിഷിങ്ങിൽ വരുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ ബേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മിറർ ഫിനിഷിങ്ങോടെ വരുന്നുണ്ട്. നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ പണ്ട് മേടിച്ചിട്ടുള്ളതുപോലെയല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്നതാണ്. പണ്ട് എനിക്കിതിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ഇത്രത്തോളം ഒന്നും വെയിറ്റ് താങ്ങത്തില്ല. കാരണം വെയിറ്റുള്ള പ്ലേറ്റൊക്കെ വയ്ക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് സാഗ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. 256 രൂപ മാത്രമാണ് കേട്ടോ ഇതിനയക്കുന്നത്. പിന്നെ കട്ട്ലറി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനകത്തുള്ള പാർട്ടീഷൻ റിമൂവ് ചെയ്ത ശേഷം കട്ട്ലറീസ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അറ്റ് എ ടൈം നമുക്ക് 13 പ്ലേറ്റ്സ് അങ്ങാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിനിമം ഒരു സ്മാൾ ഫാമിലിക്കൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി ഞാൻ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റാലിക് ഡിഷ് ഡ്രൈയിങ് റാക്കാണ്. കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതും അത്യാവശ്യം MRP ആയ പ്രൊഡക്റ്റാണ്. നമുക്ക് ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഏകദേശം മനസ്സിലാവുമല്ലോ. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അത്യാവശ്യം കുറച്ചധികം കട്ട്ലറീസ് ഹോൾഡ് ചെയ്യാനായാലും, അതുപോലെ തന്നെ നമ്മുടെ ടീ കപ്സ് ഹോൾഡ് ചെയ്യാനായാലും, അതുപോലെ യൂട്ടൻസിൽസ് ഹോൾഡ് ചെയ്യാനായാലും സെപ്പറേറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 970 രൂപയാണ് കേട്ടോ ഇതിൻ്റെ MRP. അപ്പോൾ ഇത് 2 ടയറായിട്ടാണ് വന്നേക്കുന്നത്. അടിയിൽ നമുക്ക് യൂട്ടൻസിൽസോ അല്ലെങ്കിൽ ബൗളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് പ്ലേറ്റ്സ് ഹോൾഡ് ചെയ്യാനും, അതുപോലെ സൈഡിൽ
ഒരു 10ഓളം ഇല്ല, ഒരു 6ഓളം കപ്പ് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി. അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ കട്ട്ലറീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റാക്ക്. അതുപോലെ തന്നെ ബേസിൽ ഡ്രെയിൻ ഔട്ട് ആവുന്ന വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയൊരു പ്രൊഡക്റ്റിന് ചെറിയൊരു ഡിമെറിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതുപോലെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നു, താഴത്തെ ഭാഗവും പറ്റുന്നില്ലായിരുന്നു. നല്ല കഷ്ടപ്പെട്ടാണ് താഴത്തെ ഭാഗമൊക്കെ ഫിറ്റ് ചെയ്തത്. കാരണം ഇതുപോലെ നമ്മുടെ കണ്ടില്ലേ, ഈ ഒരു സൈഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന കമ്പി വന്ന് ഈ കമ്പിയിൽ തട്ടുന്നതിനെ കൊണ്ട് അതൊട്ടും തന്നെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അത് ചില പ്രൊഡക്ട്സിന് മാത്രമായിരിക്കും അങ്ങനെയുള്ള പ്രശ്നം, എല്ലാ പ്രൊഡക്ട്സിനും വരണമെന്നില്ല. അത്യാവശ്യം റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമുക്ക് കപ്പായാലും അതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ആ ട്രേയുടെ മൗത്ത് ഓപ്പൺ ആണ്. അത് നമുക്ക് ഡയറക്റ്റ് വാഷ് ബേസിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡ്രെയിൻ ഔട്ടാവുന്ന വെള്ളത്തിനെ എടുത്ത് കളയേണ്ട ആവശ്യമില്ല, തനിയെ ഡ്രെയിൻ ഔട്ടായി പോവും. പക്ഷേ സംഭവം കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസാണ്. നമ്മുടെ ചെറിയൊരു യൂസിനൊക്കെ ആവശ്യമായിട്ട് നമുക്ക് ബൗളായാലും സാധനങ്ങളായാലും താഴെ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കപ്പ് ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്തിടാനോ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് ആണെങ്കിൽ അത് നമുക്കതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാനോ ഒക്കെ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറച്ചൊരു കഞ്ചഷൻ ആണെങ്കിലും സംഭവം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കപ്പൊക്കെ ഹാങ് ചെയ്തിടാം. മുകളിൽ നമുക്ക് കുറച്ചധികം പ്ലേറ്റ്സ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു കട്ട്ലറി ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. അപ്പം ഈ പ്രൊഡക്റ്റ് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു MRPക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു 2 ടയറിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റോറേജ് റാക്കാണ്, ഡിസ്ട്രയിങ് റാക്കാണ്. ഇതിന് MRP വന്നിട്ട് 360 രൂപയാണ് കേട്ടോ. 360 രൂപയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പ്രൊഡക്റ്റാണ്. അത്യാവശ്യം വെയിറ്റ് ബിയർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ്. ഇതിൽ വന്നേക്കുന്ന ഇതൊരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. എന്നാലും ഒരു എക്കണോമിക്കലി ഫിറ്റായിട്ടുള്ള 2 റാക്ക് സെലക്ട് ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇത് രണ്ടും സെലക്ട് ചെയ്തത്. ഇതിൽ നമുക്ക് ബേസിൽ ഡ്രെയിൻ ഔട്ട് ആവുന്ന വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ അത്യാവശ്യം കുറച്ച് യൂട്ടൻസിലൊക്കെ സ്റ്റോർ ചെയ്യാൻ, ബൗളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. കട്ട്ലറി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് വാഷ് ചെയ്ത പ്ലേറ്റ്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ അത്യാവശ്യം കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ബ്ലാക്കും സിൽവറും കോമ്പിനേഷനിലുള്ള പ്രൊഡക്റ്റാണ്. ഇതല്ലാതെ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള പ്രൊഡക്ട്സിൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.